ഓം ശ്രീ സായി ഭഗവതേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. ഹരിശ്രീ വിനായക് സാത്തെ എന്ന മനുഷ്യൻ വേപ്പുമരം നിൽക്കുന്നതും അതിന്റെ ചുറ്റുവട്ടാരങ്ങളിൽ ഒരു ഭാഗത്തെയും വാങ്ങി ആ സ്ഥലത്തൊരു വലിയ കെട്ടിടം സത്തേവാട പണിയിച്ചു. ഈ സ്ഥലം തീർത്ഥയാത്രക്കാരുടെ വിശ്രമ സ്ഥലമായി ഉപയോഗിച്ചു വരുന്നു. വേപ്പുമരത്തിന് ചുറ്റും ഒരു തിണ്ട് പടികളോടുകൂടി നിർമ്മിച്ചു. പടികളുടെ തെക്ക് ഭാഗം നോക്കി താഴെ ഒരു മാടം ഉണ്ടാക്കി. ഇതിൽ സാധാരണയായി ഭക്തന്മാർ വടക്കോട്ട് നോക്കിയിരിക്കുക പതിവാണ്. ഏതൊരുവൻ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ചന്ദനത്തിരി കത്തിക്കുന്നുവോ അവർ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച് സന്തോഷിതരാകുമെന്ന് ഒരു വിശ്വാസം നിലനിൽക്കുന്നു. ഈ സത്രം വളരെ പഴക്കം ചെന്നതും പൊട്ടിപ്പൊളിഞ്ഞതുമായതുകൊണ്ട് പുതുക്കി പണിയാനുള്ള ശ്രമം ആവശ്യമായി. സംസ്ഥാൻ ആവശ്യമുള്ള പണികൾ ചെയ്തിരിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സത്രം ഡിക്സിറ്റ് വാഡ എന്ന പേരിൽ നിർമ്മിച്ചു. കാക്കാ സാഹിബ് ഡിക്സിറ്റ്, മുംബൈയിലെ വക്കീൽ, ഇംഗ്ലണ്ടിൽ ചെന്ന് ദൗർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് കാലിൽ ഒരു പരുക്കുണ്ടായി. ഈ മുറിവ് എത്ര ചികിത്സിച്ചിട്ടും മാറിയില്ല. നാനാ സാഹിബ് ചന്ദോർക്കർ ബാബയെ കാണുവാനെ ഉപദേശിച്ചു. അതുകൊണ്ട് 1909 നാനാ സാഹിബ് ബാബയെ കാണുവാൻ വന്നു. കാലിലുള്ള മുറിവിനേക്കാൾ തൻ്റെ മനസ്സിലുള്ള മുറിവിനെ മാറ്റിത്തരാനായി അപേക്ഷിച്ചു. ബാബയുടെ ദർശനം നാനാ സാഹിബിനെ അത്യന്തം സന്തോഷവാനാക്കി. ഷിർഡിയിൽ തന്നെ താമസിക്കുവാൻ തീർച്ചയാക്കി. അതുകാരണം ഒരു സത്രം തനിക്ക് താമസിക്കുവാനും മറ്റു ഭക്തന്മാർക്കുമായി പണിയിച്ചു. ഇതിന്റെ അസ്ഥിവാരം 1910 ഡിസംബർ 10 ഇട്ടു. ആ ദിവസം 2 പ്രധാന സംഭവങ്ങൾ നടന്നു. ദാദാ സാഹിബ് കബാഡേക്ക് തിരിച്ച് വീട്ടിൽ പോകുവാനുള്ള അനുവാദം ലഭിച്ചു. രാത്രി പൂജ ചാവടിയിൽ ആരംഭിച്ചു. സത്രം 1911 പൂർത്തിയായി. രാമനവമി ദിവസം വേണ്ട ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ആളുകൾ അതിൽ താമസം ആരംഭിച്ചു. പിന്നെ ഇനിയൊരു വിസ്താരമായ സത്രവും ശ്രീ ബൂട്ടി എന്ന നാഗ്പൂർ വാസിയും ധനവാനുമായ ആൾ പണിയിച്ചു. ഈ കെട്ടിടത്തിന് ധാരാളം പണം ചിലവഴിച്ചു. എല്ലാ ധനവും വളരെ സൂക്ഷ്മമായും ഉപയോഗപ്രദമായും ചിലവഴിച്ചു. ഇവിടെയാണ് സായി ബാബയുടെ മൃതശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. അതിനെ ഇപ്പോൾ സമാധി മന്ദിർ എന്ന് വിളിക്കുന്നു. മുമ്പ് ഈ സ്ഥലം ഒരു പൂന്തോട്ടമായിരുന്നു. അവിടെ വെള്ളമൊഴിക്കുന്ന ജോലി സായിബാബ നേരിട്ട് നിർവഹിച്ചിരുന്നു. ഇങ്ങനെ 3 സത്രങ്ങൾ ഉണ്ടായി. ഇവകളിൽ സാത്തേ സത്രം പഴയ കാലത്ത് വളരെ ഉപയോഗപ്രദമായിരുന്നു. സായിബാബ നോക്കിക്കൊണ്ടിരുന്ന പൂന്തോട്ടം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ വാമൻ തത്യാവാണ് നോക്കിയത്. ചാന്ദ് പട്ടേൽ, ജാനകിദാസ്, ഗംഗാഗീർ, ദേവിദാസ് ഇവരുടെ കല്യാണ പാർട്ടിയോടൊപ്പം ബാബയുടെ തിരിച്ചുവരവ്, മസ്ജിദിൽ താമസിക്കുന്ന മൊഹിദ്ദീൻ, ശ്രീദേങ്കളെ തമ്പോളുമായി ബാബയുടെ മല്ലയുദ്ധം, മറ്റു ഭക്തന്മാരുടെ സ്നേഹം എന്നിവ അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നു. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.